ഏതായാലും കൊള്ളാൻ പിള്ളേർ ഒരു ടിക്കറ്റ് തരാൻ അവരെ കൊണ്ട് പറ്റിട്ടില്ല. നമ്മളെ വന്ന് സിനിമ കണ്ടു പിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനു വന്നത്? 6-5:30 കൂടെ തുടങ്ങുമെന്ന് പറഞ്ഞു. അതിൽ ഒരു ടിക്കറ്റ് തന്നെന്ന് പറഞ്ഞൊന്നും അവർ പൈസ വേണമെങ്കിൽ കൂടുതൽ ചോദിക്കണമെങ്കിൽ അതും കൊടുക്കാൻ വേണമെങ്കിൽ. ഞാൻ കരഞ്ഞായിരുന്നു. ഈ ലാസ്റ്റൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. നല്ല ഫിലിമായിരുന്നു. ശോഭനയും മോഹൻലാലുമായുള്ള കൂട്ടുകെട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. പുള്ളിക്കാരൻ്റെ കൂടുതൽ മൂവീസ് കിട്ടുമെങ്കിൽ നന്നായിരിക്കും. എന്തായാലും പൊളിയായിരുന്നു. രക്ഷയില്ല. വില്ലൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. കുഴപ്പമില്ലായിരുന്നു. ഓ കിടുക്കി നല്ല പടമായിരുന്നു. വലിയ കുഴപ്പമില്ല, അടിപൊളിയായിരുന്നു. നല്ല പടം, സൂപ്പറായിരുന്നു. പൊളി കൊള്ളായിരുന്നു, നന്നായിട്ടുണ്ട്, അടിപൊളിയായിരുന്നു. കൊള്ളാം, നല്ല ഫിലിമായിരുന്നു. ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ ആ ഒരു 90s ലാലേട്ടനെ നന്നായിട്ട് കാണാൻ പറ്റി. ഇമോഷണലായി നന്നായിട്ട്. ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു ഫിലിമാണ്. ഞാൻ കരഞ്ഞായിരുന്നു. ഈ ലാസ്റ്റൊക്കെ വന്നപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലാവും. നല്ല ഫിലിമായിരുന്നു. പൊളി. പണ്ടത്തെ ആ ഒരു 90s ലാലേട്ടനെയും ശോഭന മാമിനെയൊക്കെ കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷമുണ്ട്. വില്ലൻ എടുത്ത് പറയാം, അതാണ് പുള്ളിക്കാരൻ. പുതിയൊരു നമ്മളാരും കണ്ടിട്ടില്ലാത്തൊരു വില്ലനാണ്. പക്ഷെ പൊള്ളി ആക്ടിങ് എന്ന് വെച്ചാൽ പൊള്ളി ആക്ടിങ് ആയിരുന്നു. കണക്റ്റായി, ഫാമിലി ഒരുപാട് കണക്റ്റായി. ശരി, സൂപ്പറായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ മോഹൻലാൽ സൂപ്പർ. അടിപൊളി. ലാലേട്ടൻ്റെ സൂപ്പർ അഭിനയമായിരുന്നു, അടിപൊളിയായിരുന്നു. ഓക്കെ, നല്ലതാ. ശോഭനയും മോഹൻലാലുമായുള്ള കൂട്ടുകെട്ട് ഇനിയും പ്രതീക്ഷിക്കുന്നു. നല്ല സിനിമ, നല്ല സൂപ്പർ, നല്ല ഒരു എൻ്റർടൈൻമെൻറ്റ് ഫിലിം. നല്ല പടം. മോഹൻലാൽ സീറോ, വില്ല അടിപൊളി. നല്ല സിനിമ, നല്ല സൂപ്പർ പടം. നല്ലതായിരുന്നു. കുറെ നാളുകൾക്ക് ശേഷം മോഹൻലാലിന്റെ നല്ലൊരു ഫാമിലി ചിത്രമാണ്. കൊള്ളാം, അടിപൊളി. നല്ല മൂവിയാണ്, അടിപൊളി പടം, നല്ല പടമായിരുന്നു. നല്ല ഇമോഷൻസ്. മോഹൻലാലിൻ്റെ അഭിനയം അടിപൊളിയാണ്. നൈസ് മൂവി. നന്നായിരിക്കുന്നു കേട്ടോ. സൂപ്പർ സിനിമ. അടിപൊളി നന്നായിട്ട് നല്ലായിരുന്നു. വളരെ നല്ല, നമ്മൾ വിചാരിക്കില്ല ഇങ്ങനത്തെ ഒരു സിനിമയാണ്. സൂപ്പർ. പിള്ളേരെ നമ്മളിരുന്ന് കാണൂലേ? എവിടെയാണ്? അതാ നമ്മളെ എല്ലാത്തിനും ഓക്കെയാണ്. വീട്ടിൽ നിന്ന് കസേര കൊണ്ടുവരണം. ഇനി അങ്ങ് കാട്ടാക്കട പോകണ്ടേ? ആ, അതിപ്പോ വിളിച്ച് പറയണ്ടല്ലോ. ഈ ഇരിക്കുന്ന സാറന്മാരിരിക്കുന്ന കസേര എടുത്ത് തൂക്കി അവിടെ ഇട്ടാൽ മതി. അവരവിടെ നിന്നാൽ മതി. ഏതായാലും കൊള്ളാൻ പിള്ളേർ ഒരു ടിക്കറ്റ് തരാൻ അവരെ കൊണ്ട് പറ്റിട്ടില്ല. നമ്മളെ വന്ന് സിനിമ കണ്ടു കൊള്ളാന്ന്. അതിന് 8 മണിക്ക് കൂടെ ആര് വരണത്? നാളെ ഇനി വരണവും പോകണം. നാളെ ജോലിക്ക് പോകുമ്പോൾ പിന്നെ കാണാൻ വേണ്ടിയിട്ടല്ലേ വന്നത്. പിന്നെ എന്തിനു വന്നത്? അത് ഇപ്പം 6-5:30 കൂടെ തുടങ്ങുമെന്ന് പറഞ്ഞു. അതിൽ ഒരു ടിക്കറ്റ് തന്നെന്ന് പറഞ്ഞൊന്നും അവർ പൈസ വേണമെങ്കിൽ കൂടുതൽ ചോദിക്കണമെങ്കിൽ അതും കൊടുക്കാൻ വേണമെങ്കിൽ. അപ്പോൾ ഒരു ടിക്കറ്റ് തരാൻ വയ്യ ഒരാൾക്ക്. ഇത് ഞങ്ങൾ 3 എണ്ണം നിൽക്കുന്നു. ആരും നിന്നാൽ മതി. അത് തന്നെ. ഇങ്ങനെ അടുത്തത് സംസാരം കേട്ടാൽ പോരാ. അത് നമുക്കൊരു ടിക്കറ്റ് എടുത്ത് തരീ. വെരി നൈസ് മൂവി. ലാലേട്ടൻ സൂപ്പർ. ഇറ്റ് വാസ് റിയലി നൈസ്. നല്ല മൂവിയാണ്. ഗുഡ് കം ബാക്ക് ഓഫ് ദ പെയർ. നൈസ്, ഇറ്റ് വാസ് നൈസ്. കൊള്ളായിരുന്നു. മോഹൻലാലിന് നൈസ് മൂവിയായിരുന്നു. ആ ഒരു പുതിയതായിട്ട് വന്ന ആ ഒരു കോംബോ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇങ്ങനത്തെ ഒരു മൂവി വേണം എന്നുള്ള. എമ്പുരാൻ്റെ എല്ലാ ക്ഷീണവും തീർത്തിട്ടുണ്ട്. പൊളിയായിരുന്നു. സൂപ്പർ. പുള്ളിക്കാരൻ്റെ കൂടുതൽ മൂവീസ് കിട്ടുമെങ്കിൽ നന്നായിരിക്കും. എന്തായാലും പൊളിയായിരുന്നു. ബൈ. സൂപ്പറായിരുന്നു. മോഹൻലാൽ പൊളി. സൂപ്പർ വില്ലൻ സൂപ്പർ. അടിപൊളിയായിരുന്നു. സൂപ്പറായിരുന്നു. ഒരു രക്ഷയില്ല. വില്ലൻ്റെ കാര്യം പ്രത്യേകം എടുത്തു പറയണം. സൂപ്പറായിരുന്നു. മസ്റ്റ് വാച്ച് മൂവിയാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ. ലാലേട്ടൻ അടിപൊളിയായിരുന്നു, വില്ലൻ അടിപൊളിയായിരുന്നു, എല്ലാവരും